രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അല്ലയോ രാമ, ന ദൃഷ്ടപൂർവം കല്യാണം സുഖം വാ പതിപൗരുഷേ. എന്റെ ഭർത്താവായ ദശരഥൻ ഈ ലോകങ്ങളെയെല്ലാം രക്ഷിച്ചുകൊണ്ട്, ദേവലോകത്തെയും രക്ഷിച്ചുകൊണ്ട് ഈ ഉത്തരകോസലത്തെ പരിപാലിക്കുന്ന അവസരത്തില് എനിക്ക് യാതൊരു സന്തോഷവും ലഭിച്ചിരുന്നില്ല. എനിക്ക് മാന്യമായൊരു സ്ഥാനം ഇവിടെ ഈ കൊട്ടാരത്തില് ലഭിച്ചിരുന്നില്ല. ഞാൻ ആ അവസരങ്ങളിലും അപമാനിക്കപ്പെടുകയായിരുന്നു. രാമ, അതായിരുന്നു നേരത്തെ ഉള്ള എന്റെ അവസ്ഥ. അഭിപുത്രേ വിപശ്യേയം ഇതി രാമസ്ഥിതം മയ. അല്ലയോ രാമ, അന്ന് ഞാൻ സമാധാനിച്ചിരുന്നത് എന്റെ പുത്രൻ രാജാവായി തീരുമ്പോഴേക്കും, പുത്രൻ എപ്പോഴാണോ കിരീടം ധരിക്കുന്നത് ആ അവസരത്തിൽ എന്റെ ഈ ദുഃഖങ്ങളെല്ലാം നീങ്ങും. എനിക്ക് അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നതായ അവമതികളൊക്കെ നീങ്ങും എന്ന് ഞാൻ വിചാരിച്ചു പോന്നിരുന്നു. എന്റെ അനുഭവങ്ങളെല്ലാം വളരെ ക്ലേശകരമാണ് ഇതിനു മുമ്പുള്ള ദിവസങ്ങളിൽ. സാ ബഹൂനി അമനോജ്ഞാനി വാക്യാനി ഹൃദയച്ഛിതാം. മനസ്സിനെ വ്രണപ്പെടുത്തുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്നതായ വിപരീതമായിട്ടുള്ള വാക്കുകൾ, ഒന്നും രണ്ടുമല്ല, ബഹുവിനി ധാരാളമായിട്ട് ഞാൻ നിരന്തരം കേൾക്കേണ്ടി വന്നു. ഈ കൊട്ടാരത്തില് മഹാരാജാവിന്റെ പത്നിമാർ പലരുണ്ടല്ലോ, അവരിൽ നിന്ന് ഞാൻ കേൾക്കേണ്ടി വന്നു. എന്നെക്കാളും പ്രായമുള്ള ആളുകളല്ല, എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളുകളിൽ നിന്ന്, സ്ത്രീകളിൽ നിന്ന് ഞാൻ വളരെയേറെ വിപരീതമായ അമംഗളമായ വാക്കുകൾ കേൾക്കേണ്ടി വന്നു. ഈ ലോകത്തിൽ ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത്തരം അപമാനങ്ങൾ ഒരിക്കലും സഹിക്കാവുന്നതല്ല. അതോ ദുഃഖതരം കിംനു. സ്ത്രീകൾക്ക് ഇതിനേക്കാളും വലുതായിട്ടുള്ള ദുഃഖം മറ്റെന്താണ് ഉണ്ടാകാനുള്ളത്? അല്ലയോ രാമ, അങ്ങനെ ഞാൻ ഈ കൊട്ടാരത്തിനകത്ത് ആരും കാണാതെ കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. അല്ലയോ രാമ, തൊയ് സന്നിഹിതേപ്യേവം അഹമാസം നിരാകൃതാഹ. നീ ഇവിടെ ഉള്ളപ്പോ തന്നെ, നീ ഈ കൊട്ടാരത്തില് ജീവിക്കുന്ന അവസരത്തിൽ തന്നെ എനിക്ക് ഈ പ്രകാരത്തിലുള്ള അവമതികൾ സഹിക്കേണ്ടി വന്നിരുന്നു എങ്കിൽ, കൈകേയിയിൽ നിന്നും, കൈകേയിയുടെ ഹിതൈഷിണികളായിട്ടുള്ള കൈകേയിയോടൊപ്പം വന്ന ആളുകളിൽ നിന്നും കൗസല്യക്ക് നിരന്തരം ഏൽക്കേണ്ടി വന്ന അവമതികളെ കുറിച്ചാണ് ഇവിടെ കൗസല്യ പറയുന്നത്. രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട പത്നി കൈകേയിയാണ്. ആ കൈകേയി അഹങ്കരിച്ചു. ആ അഹങ്കാരത്തിന്റെ പേരില് കൈകേയി കൗസല്യയെ പല പ്രകാരത്തിൽ ധിക്കരിച്ചു. അത് നിരന്തരമായ ദുഃഖ അനുഭവമായിട്ട് കൗസല്യക്ക് മാറി. അത് തുടർന്നുകൊണ്ടേയിരുന്നു. മന്ധര കൈകേയിയെ ഇളക്കി വിടാൻ വേണ്ടി കൈകേയിയെ ഓർമ്മിപ്പിച്ചതും ഇതാണ്. നീ കൗസല്യയോട് കാണിച്ചിട്ടുള്ളതായ ആ ദുഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ, ആ ധിക്കാരം, അതിന് കൗസല്യ ഈ അവസരത്തില് രാമൻ രാജാവായി കഴിഞ്ഞാൽ നിനക്ക് തക്കതായ ശിക്ഷ നൽകും. നീ കരുതിയിരിക്കണം. കൗസല്യയുടെ മുന്നില് അപമാനിതയായിട്ട് തൊഴുകയോടുകൂടിയിട്ട്
നീ നിൽക്കേണ്ടി വരും. ഇത് മന്ധര പറഞ്ഞപ്പോഴാണ് കൈകേയി ആകെ കോപാക്രാന്തയായി തീർന്നത്. അതുവരെ രാമനെ യുവരാജാവായി കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു കൈകേയിക്കും. രാമൻ കൈകേയി സംബന്ധിച്ചിടത്തോളം മറ്റെല്ലാവരുടെയും കാര്യത്തിൽ എന്ന പോലെ പ്രിയങ്കരനാണ്. പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കൗസല്യയോടുള്ളതായ കൈകേയിയുടെ മാത്സര്യവും കൗസല്യയോട് കൈകേയി കാണിച്ചിട്ടുള്ളതായ അവമാന പ്രവൃത്തികളും ഒക്കെ മന്ധര ഓർമ്മിച്ചു കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് ആപത്ത് വരും രാമൻ രാജാവായാൽ എന്ന് കൗസല്യക്ക് തോന്നി, എന്ന് കൈകേയിക്ക് തോന്നി. കൈകേയി ഏത് പ്രകാരത്തിലും രാമനെ കാട്ടിലയക്കുക എന്നുള്ള മന്ധരയുടെ ആ വാക്കുകളെ അതേ പ്രകാരത്തിൽ സ്വീകരിച്ചു. ഈ സംഭവമാണ് കൗസല്യ ഇപ്പോൾ രാമനോട് പറയുന്നത്. ഇത്രയും കാലം കൈകേയിയുടെ ബന്ധുക്കളുടെയും അവമാനകരമായിരിക്കുന്ന വാക്കുകളും പെരുമാറ്റങ്ങളും ഒക്കെ ഞാൻ സഹിക്കേണ്ടി വന്നു. നീ ഇവിടെ ഉള്ളപ്പോൾ തന്നെ എനിക്ക് ഇത്രയേറെ ദുഃഖം സഹിക്കേണ്ടി വന്നിരുന്നെങ്കിൽ നീ ഇവിടെ നിന്നിട്ട് കാട്ടിലേക്ക് പോയാലോ? കിംപുന പ്രോഷിതേതാത ധ്രുവം മരണമേ വഹി. അല്ലയോ കുഞ്ഞെ, നീ ഇവിടെ നിന്നിട്ട് കാട്ടിലേക്ക് പറഞ്ഞയക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കൗസല്യക്ക് ഉണ്ടാകുന്ന വിപത്ത്, അത് ആ അപമാനം, അത് മരണതുല്യമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. അല്ലയോ കുഞ്ഞെ, നിന്റെ ഈ കാനനവാസം എനിക്ക് സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞ് കൗസല്യ കരയുന്നത് നാം ആ അവസരത്തിൽ കാണുന്നു. ഈ അവസരത്തില് ശ്രീരാമചന്ദ്രൻ കൗസല്യയെ സമാധാനിപ്പിക്കുകയാണ്. അല്ലയോ അമ്മേ, 14 വർഷങ്ങൾ ഞാൻ കാനനത്തിൽ പാർത്തിട്ട് ഞാൻ നിശ്ചയമായിട്ടും അമ്മയുടെ സമീപത്തേക്ക് വരും എന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൗസല്യയെ വളരെ പണിപ്പെട്ടാണ് രാമൻ ഒരുവിധം സമാധാനിപ്പിച്ചെടുക്കുന്നത്. പക്ഷെ അപ്പോഴും കൗസല്യയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായി കഴിഞ്ഞിട്ടില്ല. ഈ അവസരത്തിലാണ് ലക്ഷ്മണന്റെ ക്രോധം. രാമന്റെ വാക്കുകളും കൗസല്യയുടെ വാക്കുകളും നേരത്തെ കൈകേയി പറഞ്ഞ വാക്കുകളും എല്ലാം ലക്ഷ്മണന്റെ മനസ്സിൽ സമുദ്രം പോലെ അലയടിക്കുകയാണ്. അത് ക്രോധമായിട്ട് പ്രവഹിക്കുന്നു. കൗസല്യയുടെ ദുഃഖം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ക്രോധമായിട്ട് ഉരുകിത്തിളയ്ക്കുന്ന അഗ്നിപർവ്വതം പോലെ ലക്ഷ്മണൻ അങ്ങേയറ്റം കോപിച്ച് ഇനി താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൗസല്യയോടും രാമനോടും പറയുന്നു. അതാണ് 21-ാമത്തെ സർഗത്തില് നമ്മൾ കാണുന്നത്. പക്ഷെ രാമൻ അപ്പോഴും ഇളക്കമുണ്ടായില്ല. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനെ സമാധാനിപ്പിക്കുന്നതും നമുക്ക് നേരിട്ട് കാണാം. അങ്ങനെ ലക്ഷ്മണ ക്രോധവും രാമൻ ചെയ്യുന്ന ലക്ഷ്മണ സാന്ത്വനവും, അതാണ് അടുത്ത ഏതാനും സർഗങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് കഴിയുമ്പോൾ ലക്ഷ്മണൻ പറഞ്ഞതായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കൗസല്യ ആവശ്യപ്പെടുന്നതും നമ്മൾ കാണും. നാളെ രാത്രി 8:30 നമുക്കിതേപോലെ ഒരുമിച്ച് കൂടാം. വാൽമീകി രാമായണത്തിലെ അങ്ങേയറ്റം ഹൃദയാവർജകമായിരിക്കുന്ന ഈ ഭാഗങ്ങൾ നമുക്ക് പാരായണം ചെയ്യുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ ഏതാനും ശ്ലോകങ്ങൾ മാത്രമാണ് ഈ അവസരത്തിൽ ഈ ഭാഷണത്തിൽ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വളരെ വിപുലമാണ് വാൽമീകി രാമായണം. ഓരോ സർഗങ്ങളും വളരെ വിപുലമാണ്, അങ്ങേയറ്റം നാടകീയവുമാണ്, അങ്ങേയറ്റം വികാരഭരിതവുമാണ്. കാവ്യം എങ്ങനെയാണ് രചിക്കേണ്ടത് എന്നുള്ളത് വാൽമീകിയുടെ രാമായണം കണ്ടാണ് പഴയ കാലത്ത് എല്ലാവരും മനസ്സിലാക്കിയത്, ഉൾക്കൊണ്ടത്. അതേ പ്രകാരത്തിലാണ്, ആ മാർഗത്തിലൂടെയാണ് കാളിദാസാദികളെല്ലാം നടന്നത്. ഇന്നും അതുതന്നെയാണ് നമ്മുടെ മാർഗം. അങ്ങനെയുള്ളതായി ഈ വിപുലമായ ഭാഗത്തിൽ നിന്നിട്ട് ഏതാനും ശ്ലോകങ്ങൾ മാത്രമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുന്നത്. നമുക്ക് നാളെ 8:30 ഒരുമിച്ച് കൂടാം.
നമുക്ക് ശ്രീരാമചന്ദ്രന്റെ പവിത്രമായ കഥയെ നേരിട്ട് കേൾക്കാം. ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം. അയോധ്യാധിപനായിരിക്കുന്ന സീതാസമേതനായ രാമൻ, ആത്മാരാമൻ, ആ പാദങ്ങളിൽ, രാമന്റെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും മഹാഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ, വാൽമീകി മഹർഷിയുടെ പാദപത്മങ്ങളിൽ, ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.